ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വാഴക്കുളത്താണുള്ളത്. വാഴക്കുളത്തിൻ്റെ ഒരു ചേട്ടൻ്റെ കല്യാണം കൂടാൻ വേണ്ടി വന്നേക്കണതാണ്. എൻ്റെ തലമുറയിലെ ആദ്യത്തെ കല്യാണമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഞാനും പിന്നെ കുറച്ച് അനിയന്മാരും എനിക്കൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതൊരു പള്ളിയുടെ ഇവിടെയാണ്. കല്യാണം കെട്ട് കഴിഞ്ഞിട്ട് അവർ ഇതുവരെ വന്നിട്ടില്ല. തേരിക്കാവിലാണ് കെട്ട്. അപ്പോൾ അവർ കെട്ട് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ജിനമിത്രയും ഉണ്ണി ഇവിടെ ഉണ്ട്. ആച്ചിയും ലോകമിത്രയും അമ്മാമ്മേനെ വിളിക്കാൻ വേണ്ടി വീട്ടിൽ പോയേക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു പള്ളിയിലാണ് ഇങ്ങനെ പള്ളിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല കിടിലം പള്ളി. കുതിര, പശു, നമ്മുടെ ഉണ്ണിയേശു അവിടെ കിടക്കുന്നുണ്ട്. കൊട്ടാരോ? കൊട്ടാരല്ല, അത് പള്ളിയാണ്. യെസ്, നല്ല അടിപൊളി ആയിട്ട് ഇവിടെ നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ജിനമിത്രയും ഉണ്ണിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ പള്ളിയുടെ അവിടെ ഫുൾ നക്ഷത്രം കൊണ്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നീ എന്താ പറഞ്ഞത്? കിണറോ? അതെ, കിണറിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കല്യാണ ഹാള്. അമൽ ചേട്ടനും നീതുവും ആണ് കല്യാണം കഴിക്കുന്നത്. പെണ്ണ് കാസർഗോഡുള്ളതാണ്. ദൈവന്മാർ കാസർഗോഡ് നിന്ന് വന്നതാണ്. ഇവർ പെണ്ണിൻ്റെ ആൾക്കാരാണിത്. ഇതാണ് നമ്മുടെ സ്റ്റേജ്. അടിപൊളി. അവിടെ ഈ കാണുന്നതാണ് ഹോള്. അവിടെ അമ്മയും അഞ്ജനയും അപ്പുമൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കാസർഗോഡാരെ എന്താടാ? നമ്മൾ പള്ളിയിൽ വന്ന സംഭവമാണ്. ആ പള്ളിയുടെ മറ്റേ ചുവന്ന പള്ളി അതിൻ്റെ നക്ഷത്രം പള്ളിയാണ് വാഴക്കുളത്ത്. ഫേമസ് പള്ളിയാണത്. കാരണം ഇവിടെ വിളിച്ച പള്ളിയാണ്. വിളിച്ച വിളിയേക്കുന്ന പള്ളിയോ? അങ്ങനെയൊക്കെ പള്ളി ഉണ്ടോ? വിളിച്ച വിളിയേക്കുന്നല്ല, വിളിച്ച് നല്ല പ്രാർത്ഥനകൾ നന്നായി നടത്തി കഴിഞ്ഞാൽ അത് അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ നടത്തുന്ന പള്ളിയാണത്. ഉണ്ണീശ്വര പള്ളി എന്ന് പറഞ്ഞാൽ വാഴക്കുളം പഞ്ചായത്തിൽ 20-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന പള്ളിയാണ്. അതെ, ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. സ്റ്റക്കാണല്ലോ. പൊന്നോട് ഇരിക്കുന്നുണ്ട്. അമ്മ അവിടെ നിന്ന് ഐസ്ക്രീം കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3ാമത്തെ ഐസ്ക്രീമാണ് തിന്നുന്നതാണ് എൻ്റെ ഓർമ്മയിൽ. 3ാമത്തെ ഐസ്ക്രീമാണ് തിന്നുന്നത്. 4ാമത്തെ മേടിക്കാൻ വേണ്ടി അവനെ പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ ഐസ്ക്രീം മേടിക്കാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ അമ്മയും അഞ്ജനയും അപ്പും ഒക്കെ ഇരിക്കുന്നുണ്ട്. അമ്മ ക്യാമറ വരുന്നു. സെറ്റാവും. ആയുഷ്മാൻ ഖുറാനിയാ? പള്ളിയുടെ ഫോട്ടോ. അവിടെ അങ്കിളും ആന്റി അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാരും ഫുഡൊക്കെ അടിച്ച് പറ്റില്ലാതിരിക്കുന്നേ കാണുന്നത്. ഇതില്ലേ മറ്റേ മുന്തിരി തൈയോ? ഞങ്ങളുടെ പള്ളിയിലെ മുന്തിരി തൈ ഉണ്ടോ? മുന്തിരി ഉണ്ടോ? മുന്തിരി ഈ പള്ളിയിലുണ്ടോ? നിങ്ങളോ പള്ളിയിലേക്ക് ആയിക്കോട്ടെ. ഈ പള്ളിയിൽ ഇതാണ് പള്ളിയുടെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. എന്ത് പള്ളിയാണ്? ഏത് പള്ളിയാണ്? ഉണ്ണിമിശിഹ പള്ളി. എവിടെ ചെറിയ കപ്പോളയൊക്കെ ഉണ്ട്. കപ്പോളയല്ല, മാതാവ്. എല്ലാ ജനങ്ങളും നല്ല രീതിയിൽ ചെയ്യണം. അവരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് പറ്റില്ലാതിരിക്കുന്നതാണ് എല്ലാവരും. സൗത്ത് വാഴക്കുളം ഉണ്ണി ഈശോയുടെ തിരുനാൾ. മുസ്ലിം സമുദായങ്ങൾ പോലും ഉണ്ട്. എല്ലാ ജാതിക്കാരും നല്ല ഇക്കാലുള്ള വെള്ളൻ. എല്ലാ ജാതിക്കാരും ജാതിക്കോ? ജാതി മത വിഭാഗങ്ങളെ കുറിച്ച് മുന്തിരിയില്ല, മുന്തിരിയുടെ എന്താണ് ഇത് പടർന്നു പോയിട്ടുണ്ട്. ഇത് ക്രിസ്മസിന് കേക്കട്ടെ.
അങ്ങനെ ഞാനൊരു റൗണ്ട് അടിച്ച് തിരിച്ചും ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. അയ്യോ, സഹിച്ചാച്ചൻ എന്നെ ഇവിടെ ഫുൾ കറക്കി. എന്താടാ നീ എന്താ പറഞ്ഞല്ലോ ഡയലോഗ്? അപ്പോൾ അത് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതേ ചാച്ചൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് പോത്തുംകുട്ടന്മാരെയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ചാച്ചൻ. അപ്പോൾ ഇതേ നമ്മുടെ ജമുനാപ്യാരികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതേ ചാച്ചൻ കുറേ ഓറഞ്ചൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതവിടെ കണ്ട, അവിടെ ഇതേ കുഞ്ഞ് ഒത്തി നോക്കി വരുന്നുണ്ട്. നമ്മുടെ ജനമേതറ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതേ ചാച്ചൻ വീണ്ടും എന്തൊക്കെയോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതെ, നമ്മുടെ മുട്ടനാട് ജമുനാപ്യാരിക്ക് ഇട്ട് കൊടുത്ത് തക്കാളി, പുള്ളിക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കടാ, പോത്തുംകുട്ടന്മാർ പാടത്തോണ്ട് കിട്ടിയേക്കാണ്. ഇപ്പോൾ ചാച്ചൻ പോയി അതിനെ കൊണ്ടുവരും. അപ്പോൾ ഇത് ജമുനാപ്യാരി ഫുഡിങ്ങാണ്. അപ്പോൾ ഇത് ഉണ്ണിയമ്മ അവിടെ നടന്നു വരുന്നുണ്ട്. ഉണ്ണിയമ്മനെ കണ്ടപ്പോൾ അതേ നമ്മുടെ ഇവൻ പേടിച്ചു ഓടി. കുത്തിക്കണോ? ഇതാണ് നമ്മുടെ സുന്ദരകുട്ടപ്പനായ ജമുനാപ്യാരി. അതാണ് പെണ്ണ്. നമ്മൾ ജമുനാപ്യാരായിട്ട് മൽപ്പിടുത്തത്തിന് പോവാണ്. നമുക്ക് പിന്നെ മറ്റേ ബാഹുബലിയിലുള്ള പോലെ നമുക്ക് കാളയായിട്ട് ഫൈറ്റ് ചെയ്യണമല്ലോ. നമുക്ക് ഇവനായിട്ട് ശക്തി കൊണ്ട് നോക്കാം. തോറ്റായിട്ടാ നമ്മുടെ മുട്ടൻ ചെറുക്കൻ തോറ്റുപോയി. കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം പിടിക്കാം മച്ചാനെ. അപ്പൊ നമ്മളിനി നമ്മുടെ ജമുനാപ്യാരിനെ സ്കിൽസ് പഠിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ കണ്ടോളൂ മച്ചാനെ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി കാണിച്ചു തരാം. സിമ്പിളാണ്. 3, 2, 1 സ്റ്റാർട്ട്. അത് പിന്നെ ഈ പുള്ളി തിന്നാൻ മാത്രമേ ഉള്ളൂ. അതല്ല, അത് മറ്റേ മത്സരത്തെ പിടിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് മത്സരത്തെ പിടിക്കാം. നീ ആദ്യം തോറ്റേന്റെ വിഷമല്ലേ? ശക്തി. ഈ പുള്ളിക്ക് ഇപ്പൊ ബസ്സിലൊക്കെ കേറിയിട്ടുണ്ട്. ആദർശേട്ടര് വീഡിയോ എടുത്തിട്ട് മച്ചാനെ അയ്യോ പുള്ളിക്ക് ഒരുക്കത്തില്ല എന്നൊക്കെ പറയണ്ടായി. ഈ മറ്റേ ചാട് അതന്നെ, അത്രേ ഉള്ളൂ. ഓക്കെ, വെൽ ഡൺ. എടാ തോപ്പിച്ചല്ലോടാ. ഓക്കെ, കരയണ്ട. ചാടാൻ പറയ്. ചാടാൻ പറയാട്ടാ. അത്ര മറ്റേ ഞാൻ നിൽക്കാം. ചാടേ അറ്റടിയാ. ഇതൊക്കെ എന്ത്. അപ്പോൾ നമ്മള് ചാച്ചൻ്റെ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ ചാച്ചൻ്റെ വീട്.
അതിന് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചാണ്. അപ്പോൾ അതേ ഇവിടെ കയറി ചെല്ലുമ്പോൾ ഇവരെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മായിയൊക്കെ ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. രജീനമിത്ര പറ്റില്ലാതെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. മുട്ടനാടായിട്ട് ഞാൻ ബാഹുബലി കളിക്കായിരുന്നു. അയ്യോ. അപ്പോൾ അനന്തു തിരിച്ചു പോവാണ്. വികാര നിർഭര നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആക്ടിങ്. അപ്പൊ അതേ പൊന്നു പോവാണ്. പൊന്നു ടാറ്റ പറ പ്രേക്ഷകർക്ക്. പൊന്നു ടാറ്റ പറ. ടാറ്റ. ഏത് സിനിമ? അപ്പോൾ അനന്തുമൊക്കെ തിരിച്ച് വൈക്കത്തേക്ക് പോവാണ്. പക്ഷെ അവർ പറഞ്ഞിട്ട് കേൾക്കണില്ല. അവർ നിൽക്കാൻ പറഞ്ഞിട്ട് അവർ കേൾക്കണില്ല. കാരണം അവർക്ക് സമയമില്ല. അവർ ഷൂട്ടിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഷൂട്ടിങ് അവർ സിനിമയിൽ അഭിനയിക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആണെന്ന് സിനിമയിൽ അഭിനയിക്കാൻ വേണം. സിനിമയിൽ ഉണ്ണിയമ്മ അവിടെ ജിക്സോനെ സോപ്പിടുന്നുണ്ട്. നായകൻ ആരാണ്? പൃഥ്വിരാജാണെന്ന് പറയാൻ പാടില്ല. പൃഥ്വിരാജാണ് ഇതേ ഉണ്ണി അവിടെ അനന്തപുരം സോപ്പിടാണ്. ഉണ്ണി അനന്തപുരം സോപ്പിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഉണ്ണി സോപ്പിട്ട് കഴിഞ്ഞാ? ഇല്ലേ? അടുത്തവൻ വേണ്ട. നിങ്ങൾ അവിടെ കിട്ടാ വാങ്ങിയുള്ളൂ. എന്നാ വന്നേ? എന്നാ വന്നേ? എന്നാ ഫ്രീ ഉള്ള എന്നാ ഫ്രീ ഉള്ളെന്നാ? എനിക്ക് ഫ്രീ ഉള്ളെന്നാ മാഞ്ചോളിലോട്ട് നിൽക്കാൻ രണ്ടുപേരും. അവർ മറ്റേ ലീഗാണല്ലോ ലീഗ്. രണ്ടുപേരും. അപ്പം നിങ്ങൾ രണ്ടുപേരും നിൽക്കണ്ട. ഒരു ഷൂട്ടിംഗ് തറവാട്ടിൽ ഷൂട്ടിംഗ് ഉണ്ട്. സിനിമ ഞാൻ കഥ എഴുതിപ്പിക്കാം. സീരിയല്. ടാറ്റ. അങ്ങനെ അവര് പോയി. ടാറ്റ ടാറ്റ. നമ്മുടെ സൈചാച്ചൻ പോത്തിനെയും കൊണ്ട് വന്നു. ഇതാണ് നമ്മുടെ 2 പോത്ത്. ഇത് അവൻ അടിപൊളിയായില്ലോ. അവൻ അടിപൊളി പോത്തായിട്ടുണ്ട് കേട്ടോ. ആണോ? പക്ഷെ അവൻ നടന്നു തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. എന്താടാ നിന്റെ മോന്തയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതാണതേ നമ്മുടെ 2 പോത്തുകൂട്ടന്മാർ. അതിന്റെ പുറത്തൊക്കെ ഏതാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താണാവോ? ഇവിടെ 3 പോത്തുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ മോന്ത നോക്കിയേ. ഒരേപോലെ ചാച്ചൻ അതിന്റെ പുറത്ത് നിന്നുകൊണ്ട് അടിക്കുമ്പോ സാധനത്തിന്റെ ഒക്കെ പറന്നു പോകും. കണ്ട മരുന്ന്. ഇടിയുണ്ടാക്കല്ലടാ. ഇടിയുണ്ടാക്കല്ലേ. നല്ല തീറ്റട്ടവന്മാര്. അതെ ഇവിടെ ഒരു ഇവിടെ അതുണ്ട് പോത്താളെ. എന്നെ കളമെന്ന് വിളിക്കടാ. കത്ത് വന്നോണ്ട് അങ്ങനെ പറയാ. ഞാൻ അപമാനിക്കരുത്. നീ എന്നെ അപമാനിച്ചോ. പക്ഷേ ഈ പോത്തിനെ എന്നെ കൂടെ അപമാനിക്കുന്നത് നീ ശരിയാണത്. പോത്തിനെ എന്നെ കൂടെ അപമാനിക്കുന്നത് എന്താണ് അങ്ങനെ പറയുന്നത്? എന്റെ തന്നെ ഉദ്ദേശം അങ്ങനെ പറയുന്നത് എന്നെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. ചാച്ചർ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞത്. അത് ഒരുമാതിരി കളിയാക്കുന്ന പരിപാടിയായിപ്പോ. അങ്ങനെ കളിയാക്കരുത്. നേരിട്ട് കളിയാക്കാം. അപ്പോൾ ചാച്ചനുണ്ടാക്കിയ കൊളാണിത്. നമ്മുടെ പോത്തുംകുട്ടന്മാർക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അടുത്താൻ വന്നുണ്ട്. ഒരെണ്ണം ഇവിടെ ആദ്യമേ കയറി കിടന്ന്. അടുത്താൻ കയറുന്നുണ്ട് കേട്ടോ. അവനെ കയറ്റിട്ട് വെച്ചാ കയറുള്ളല്ല.
ചാച്ചൻ തന്നെ കുത്തി കിളച്ചുണ്ടാക്കിയതാണിത്. പുള്ളി കേരള, പുള്ളിക്ക് തീറ്റയാണ് ഇമ്പോർട്ടൻറ്റ്. എന്നോട് കിടക്കണ്ട്. അവനതിൽ അടക്കാട്ടാ, പുള്ളി വന്നില്ല. ആ അവനുണ്ട്. ചെളി അരപ്പിക്കില്ലേ? ചാച്ചൻ്റെ അടുത്ത് എണ്ണ കൂടാൻ വന്നിട്ട്. അപ്പോൾ നമ്മൾ ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ് പരിപാടി എന്ന് തീരുമാനിച്ചിട്ടില്ല. നമുക്ക് പോകാൻ പഠിക്കുന്നില്ല. പിന്നെ ബിരിയാണിയൊക്കെ അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തിരുവൈരാണിക്കുളം അമ്പലത്തിലേക്ക് പോകണതാണ്. പോണില്ല, ഇതാണ് നമ്മുടെ പാലം കയറി ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ തിരുവൈരാണിക്കുളം അമ്പലത്തിലെത്തും. ഇപ്പോൾ അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷത്തിൽ 10 ദിവസം മാത്രം തുറക്കുന്ന ലോകത്തിലെ 12 ദിവസം മാത്രം തുറക്കുന്ന ലോകത്തിലെ ഒരേ ഒരു അമ്പലമാണിത്. ഞാൻ ഉദ്ദേശിച്ച ആ നട തുറക്കുന്നത് വർഷത്തില് 12 ദിവസം മാത്രം. അപ്പോൾ ഇതില് ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നും, അല്ലെങ്കിൽ ഇതിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഉത്സവം നടക്കണ്ടോ? യെസ്, അതല്ലേ പറഞ്ഞ ഉത്സവം നടക്കാം. നമ്മള് നീ ഉണ്ടായില്ലല്ലേ? ഞങ്ങള് മറ്റേ ശബരിമലൊക്കെ പോലെ നാളെ രാത്രി ആവുമ്പോ വരാട്ടോ, 8 മണിയാവുമ്പോ. അപ്പൊ തിരക്കുണ്ടോ? 8 മണിയാവുമ്പോഴാണ് വരാറുള്ളത്. തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് അത്ര തിരക്കില്ല, എന്നാലും തിരക്കുണ്ട്. ഇങ്ങനെ നേരെ കാണുന്നതാണ് നമ്മുടെ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ഹോസ്പിറ്റലിൽ കാണുന്ന ഹോസ്പിറ്റലിലാണ് ഞങ്ങള് വാക്സിൻ എടുക്കാൻ വന്നത്. ഇവിടെയാണ് ആദ്യത്തെ വാക്സിൻ ഞാൻ എടുത്തത്. രണ്ടാമത്തെ പിന്നെ ആദ്യം കൊണ്ടുവന്നു. അതാണ് നമ്മുടെ ക്ഷേത്രം. ഫുൾ ആളുകളാണ് ഇവിടെയൊക്കെ. അങ്ങോട്ടേക്കൊക്കെ നല്ല തിരക്കുണ്ടല്ലോ. എന്താടെ കൊറോണ ഒക്കെ പോയാ? ക്ഷേത്രത്തിൽ കൊറോണ ഇല്ലല്ലോ, അതറിയില്ല. അതങ്ങനെയാണല്ലോ. യെസ്. അപ്പോൾ നമ്മൾ അമ്പലം കണ്ട് തിരിച്ചു പോവാണ്. ഉള്ളിൽ കയറിയില്ല, നമ്മൾ അടുത്ത ദിവസം വന്ന് ഉള്ളിൽ കയറുന്നതായിരിക്കും അല്ലേ? അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അവന്മാരവിടെ പബ്ജി കളിയാണ്. ഞങ്ങൾ ഇവിടെ അസാസിൻ ക്രീഡ് 3 കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വന്നിട്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞു. എന്നാൽ രാവിലെ ഇറങ്ങിയത് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.